പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ ഇന്ത്യ സ്വീകരിക്കുന്ന സംയമനമായ നിലപാടിൽ പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്നതിനിടയിൽ ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് എംപി ശശി തരൂർ രംഗത്ത്. എൻഐക്ക് നൽകിയ അഭിമുഖത്തിലാണ് തരൂർ തന്റെ ഈ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ തരൂരിന്റെ ഈ പ്രസ്താവന ബി.ജെ.പി. പാളയങ്ങളിൽ നിന്നും വലിയ കയ്യടികൾക്ക് കാരണമായിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ തരൂരിന്റെ പ്രസ്താവനയെ പുകഴ്ത്തുന്നതിനോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ വിമർശനവും പരിഹാസവും അഴിച്ചുവിട്ടുകൊണ്ടാണ് ബി.ജെ.പി. രംഗത്ത് വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ അനാവശ്യമായ വിമർശനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയത്തെ അംഗീകരിക്കുന്നത് അത് അവിടെ സ്വീകാര്യമാണ് അല്ലെങ്കിൽ സ്വാഗതാർഹമാണ് എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മോദിയുടെ നയതന്ത്ര ബന്ധങ്ങൾക്ക് ആയിട്ടുണ്ട് എന്നത് തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പി. നേതാവായ കേശവൻ ഇവിടെ വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ പശ്ചിമേഷ്യയിലെ അതിരൂക്ഷമായ സാഹചര്യം, അതായത് ഗുരുതരമായ സാഹചര്യത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന സന്തുലിതമായ ആ വിദേശ നയത്തെ പിന്തുണച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് എംപി ശശി തരൂർ ഇവിടെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ നിലപാട് ഉത്തരവാദിത്തമുള്ള നയതന്ത്രത്തിന്റെ തെളിവാണ് എന്നും ഇത്തരം സാഹചര്യത്തിൽ സംയമനം പാലിക്കുന്നത് ദുർബലതയല്ല, മറിച്ച് അത് കരുത്താണ് എന്നും അദ്ദേഹം പറഞ്ഞു. സംയമനം എന്നാൽ കീഴടങ്ങലല്ല, നമ്മുടെ താല്പര്യങ്ങൾ എന്താണ് എന്ന് നമുക്കറിയാമെന്നും അത് സംരക്ഷിക്കാനാണ് നാം ആദ്യം തന്നെ ശ്രമിക്കേണ്ടത്. യുദ്ധം മൂലം ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 വരെ ഉയർന്നത് ഇന്ത്യയിൽ പെട്രോൾ വിലക്കയറ്റത്തിനും പണപ്പെരുപ്പത്തിനും കാരണമാകുമെന്ന് തന്നെ അദ്ദേഹം ഇവിടെ ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. LPG ക്ഷാമം സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിച്ചു തുടങ്ങിയതായും അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുടെ മരണത്തിൽ ഇന്ത്യ നേരത്തെ തന്നെ അനുശോചനം അറിയിക്കേണ്ടിയിരുന്നുവെന്നും തരൂർ തന്റെ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുകയാണ്. അതായത് ഇവിടെ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളും കുറ്റവും കുറവും എല്ലാം ചൂണ്ടിക്കാട്ടി തന്നെയാണ് അദ്ദേഹം ഇവിടെ സംസാരം നടത്തിയിരിക്കുന്നത്. അതേപോലെ ശശി തരൂരിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്ത് ബി.ജെ.പി. വക്താവ് CR കേശവൻ രംഗത്ത് വരികയായിരുന്നു. ഇത് കോൺഗ്രസിനുള്ളിൽ വന്ന ശുഭകരമായ മാറ്റമാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ മുൻകൈ എടുക്കണമെന്നും ഇരു വിഭാഗങ്ങൾക്കും പിൻവാങ്ങാൻ അന്തസ്സുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരുക്കണമെന്നതായിരുന്നു തരൂർ ആവശ്യപ്പെട്ടത്. മാത്രമല്ല ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ അദ്ദേഹം കൈക്കൊള്ളുന്ന ഓരോ നിലപാടുകളും അല്ലെങ്കിൽ അദ്ദേഹം സ്വീകരിക്കുന്ന ഓരോ കാര്യങ്ങളിലും എടുത്തു പറയേണ്ടതായിട്ടുള്ള നയതന്ത്ര മികവ് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. അതേസമയം US ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇറാന്റെ ഗാർഡ് വക്താവ് ബ്രിഗേഡിയർ ജനറൽ അലി മുഹമ്മദ് നൈനി ഇവിടെ കൊല്ലപ്പെട്ടതായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ വാർത്ത ഇറാൻ തന്നെയാണ് സ്ഥിരീകരിച്ചത്. ഇതോടുകൂടി തന്നെ ഇറാന്റെ നേതാക്കളെ ഓരോന്നായി തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇല്ലാതാക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. ഇറാൻ ഭരണകൂടത്തെ കൂടുതൽ ദുർബലപ്പെടുത്താനുള്ള നീക്കമാണ് അണിയറയിൽ ഇസ്രായേലും US തയ്യാറാക്കുന്നതും. പുലർച്ചെയുണ്ടായ US ഇസ്രായേൽ ആക്രമണങ്ങളിലാണ് നൈനി കൊല്ലപ്പെട്ടത്. US-നും ഇസ്രായേലിനും എതിരെയുള്ള നൈനിയുടെ പരാമർശങ്ങൾ മാധ്യമങ്ങളിൽ വന്ന് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നത്. അതേസമയം ഫെബ്രുവരി 28-ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുടെ മരണശേഷം US ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇറാനിയൻ ജനത ഉദ്യോഗസ്ഥരുടെ നിരവധി നേതാക്കൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഒറ്റാഴ്ചക്കിടെ ഇറാന് നഷ്ടമാകുന്നത് 4ാമത്തെ ഉദ്യോഗസ്ഥരാണ് എന്നതാണ് വ്യക്തമാക്കുന്നത്. അതായത് ഒറ്റ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ 4 ഉദ്യോഗസ്ഥർ ഇവിടെ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതിനെല്ലാം ഇടയിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു പ്രസ്താവനയുമായി തന്നെ ഇത്തരമൊരു നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ കോൺഗ്രസ് എംപി ശശി തരൂർ രംഗത്ത് വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.